അപ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസവും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. ദർശനം നടത്തിയവരുടെ എണ്ണം ഇന്നലെയും 90,000 കടന്നു. കനത്ത മഴയിലും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്നുകൂടി സന്നിധാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. അശ്വിൻ, ഈ പ്രഭാതത്തിൽ നല്ല തിരക്കുണ്ടോ സന്നിധാനത്ത്? വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെത്തിയവർ ഉൾപ്പെടെ എത്രത്തോളം ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്? വിവരങ്ങൾ. പ്രവിത പ്രജിൻ, വലിയ തിരക്കാണ് ഇന്ന് സന്നിധാനത്തുള്ളത്. പുലർച്ചെ 3:30 മുതൽ തുടങ്ങിയതാണ് ഭക്തരുടെ വലിയൊരു തിരക്ക്. അത് ഇപ്പോൾ മരക്കൂട്ടം വരെ ആ തിരക്ക് ക്യൂ എത്തി എന്നുള്ളതാണ് നമ്മൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാവിലെ നമുക്ക് ഫ്ലൈ ഓവറിൽ സന്നിധാനത്തെ ഫ്ലൈ ഓവറിലേക്കൊക്കെ നോക്കിയാൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇന്നലെയൊന്നും അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊന്നും ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ തീർത്ഥാടനകാലം ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിൽ തിരക്ക് വരുന്നത് ആദ്യമായാണ് എന്ന് പറയാം. ഇന്നിപ്പോൾ മരക്കൂട്ടത്തെ നിയന്ത്രണവും ഭക്തർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ദർശനം നടത്തിയവർ ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് തിരികെ പമ്പയിലേക്ക് മടങ്ങണം എന്നൊരു അഭ്യർത്ഥന പോലീസ് ഭക്തർക്ക് നേരിട്ട് നൽകി തുടങ്ങിയിട്ടുണ്ട്. അത്രത്തോളം തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയുണ്ടായിരുന്നു. അതേ മഴ തന്നെ ഇന്നും തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അത് സന്നിധാനത്ത് മാത്രം മുന്നറിയിപ്പാണ്. പമ്പയിലേക്ക് ആ മഴയുടെ കാര്യം ഇന്നലത്തെ അറിയിപ്പിൽ വന്നിട്ടില്ല. എന്തായാലും ഇന്ന് കടുത്ത നിയന്ത്രണം ഒരുപക്ഷെ ഭക്തർക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ 89,000 പേരാണ് വെർച്വൽ ക്യൂ വഴിയും ഒപ്പം ഓൺലൈൻ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒക്കെ മുഖേന ദർശനം നടത്തുന്നത്. അതിന് പുറമെയാണ് പുല്ലുമേട് വഴിയും പരമ്പരാഗത കാനനപാത വഴിയും സന്നിധാനത്ത് എത്തുന്നവരുടെ എണ്ണം. അതുകൂടി കൂട്ടുമ്പോൾ 95,000-അടുത്ത് ഇന്നലെ മാത്രം ദർശനം നടത്തിയവരുടെ എണ്ണം എത്തും. ഇന്നും അതിന് സമാനമായ രീതിയിലാണ് ഓരോ മണിക്കൂറിലെയും ഗ്രാഫ് ഉയരുന്നത്. ഒരു മണിക്കൂറിൽ 1,500 പേർ ശരാശരി 18-ാം പടി മല ചവിട്ടി സന്നിധാനത്ത് എത്തുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്തും വിവരങ്ങൾ നൽകിയത്.